വ്യാജ ഇമെയിലും SMS ഒക്കെ അയച്ച് അക്കൗണ്ട് വിവരങ്ങൾ കൈക്കലാക്കുകയും അതുപയോഗിച്ച് തട്ടിപ്പുകൾ നടത്തുകയും ചെയ്യുന്ന സൈബർ തട്ടിപ്പുകാർ സ്ഥിരമായി ആശ്രയിച്ചു വരുന്ന രീതി അറിയപ്പെടുന്നത് ഫിഷിംഗ് അഥവാ ഡാറ്റ മോഷണമാണ്. ഇമെയിൽ വഴിയോ മറ്റ് ട്രോജൻ പോലുള്ള ചാര സോഫ്റ്റ്വെയറുകൾ കമ്പ്യൂട്ടറിൽ നിക്ഷേപിച്ച് കീബോർഡിൽ ഏതൊക്കെ കീകളാണ് ഉപയോഗിക്കുന്നത് എന്ന് രേഖപ്പെടുത്തി പാസ്വേഡും മറ്റ് രഹസ്യ വിവരങ്ങളും ചോർത്തിയെടുക്കുന്ന പ്രോഗ്രാമുകൾക്ക് പറയുന്ന പേരാണ് കീ ലോഗർ. ഇൻ്റർനെറ്റ് വഴി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സഹായത്തോടെ വ്യക്തിഹത്യ, ബ്ലാക്ക് മെയിൽ, മാനസികമായി പീഡിപ്പിക്കൽ തുടങ്ങിയവ ചെയ്യുന്നതിനെ പറയുന്നത് സൈബർ സ്റ്റോക്കിംഗ് എന്നാണ്. 2008 IT ആക്ട് 66A വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അഥവാ ഈ വകുപ്പ് എന്തിനെതിരെയാണ് ചുമത്തുന്നത്? ആൻസർ: ആക്ഷേപകരമായ സന്ദേശങ്ങൾ അയക്കുന്നതിനെതിരെയാണ് IT ആക്ട് 66A ചുമത്തുന്നത്. സൈബർ നിയമങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലാണ് ഉൾപ്പെടുന്നത്? എ. യൂണിയൻ ലിസ്റ്റ്, ബി. സ്റ്റേറ്റ് ലിസ്റ്റ്, സി. റെസിഡ്യൂറി പവർ, ഡി. കൺകറന്റ് ലിസ്റ്റ്. ആൻസർ: റെസിഡ്യൂറി പവർ. വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം സൈബർ കുറ്റകൃത്യം ആവർത്തിക്കുകയാണെങ്കിൽ ലഭിക്കാവുന്ന ശിക്ഷ എന്ത്? ആൻസർ: 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും. IT ആക്ട് പ്രകാരം സൈബർ ഭീകരത നടത്തുകയോ അതിന് ഗൂഢാലോചന നടത്തുകയോ ചെയ്യുന്നയാൾക്ക് എന്തു ശിക്ഷ ലഭിക്കും? ആൻസർ: ജീവപര്യന്തം തടവ്. IT ഭേദഗതി നിയമം 2008 പ്രകാരം കമ്പ്യൂട്ടർ ഉറവിട രേഖകളിൽ കൃത്രിമം കാണിക്കുന്നത് വർഷങ്ങളോളമുള്ള തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷാർഹമായിരിക്കും. ഒരു അംഗീകൃത പ്രോഗ്രാം എന്ന് തോന്നുന്നതും എന്നാൽ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു അനധികൃത പ്രോഗ്രാം അതുവഴി യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് മറച്ചു വയ്ക്കുന്ന ഈ ഒരു കുറ്റകൃത്യം അറിയപ്പെടുന്നത് ട്രോജൻ ഹോഴ്സ് എന്നാണ്. ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂരിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ കേരളത്തിൽ സൈബർ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചു തുടങ്ങിയ വർഷം 2009 കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത വർഷം 2009. കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങളെയോ കമ്പ്യൂട്ടറോ നശിപ്പിക്കുകയോ കേടുപാട് വരുത്തുകയോ ചെയ്യുന്ന കുറ്റകൃത്യം അറിയപ്പെടുന്നത് സൈബർ വാൻഡലിസം. ധാരാളം ഇൻ്റർനെറ്റ് ഉപഭോക്താക്കളിലേക്ക് ഒരേ സമയം ഒരേ സന്ദേശം തന്നെ വിവേചനരഹിതമായി അയക്കുന്നതിനെ സ്പാം എന്ന് വിളിക്കുന്നു. കമ്പ്യൂട്ടർ വിദഗ്ധർ ബാങ്കുകളിൽ നടത്തുന്ന സാമ്പത്തിക കുറ്റകൃത്യം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ: സലാമി അറ്റാക്ക്. സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് DOS എന്ന വാക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു? ആൻസർ: ഡിനയൽ ഓഫ് സർവീസ്. അനധികൃതമായി സോഫ്റ്റ്വെയർ കോപ്പി ചെയ്യുന്ന പ്രവൃത്തി അറിയപ്പെടുന്നത് ആൻസർ: സോഫ്റ്റ്വെയർ പൈറസി. IT ആക്ട് നിലവിൽ വന്നപ്പോൾ വിവരസാങ്കേതിക വിദ്യ IT വകുപ്പ് മന്ത്രി ആരായിരുന്നു? ആൻസർ: പ്രമോദ് മഹാജൻ. പ്രോഗ്രാം ചെയ്യാത്ത സിം കാർഡുകൾ ഉപയോഗിച്ച് നിലവിലുള്ള സിം കാർഡിൻ്റെ പകർപ്പുണ്ടാക്കുന്ന വിദ്യ അറിയപ്പെടുന്നത് സിം ക്ലോണിംഗ്. 1999 മുതൽ 2001 വരെയുള്ള കാലഘട്ടത്തിൽ
സംഗീത വിഭവങ്ങൾ അനധികൃതമായി ഇൻ്റർനെറ്റ് വഴി വിതരണം ചെയ്ത പ്രശസ്തമായ വെബ്സൈറ്റ് അറിയപ്പെട്ടിരുന്നത് നാപ്സ്റ്റർ എന്നാണ്. വെബ്സൈറ്റുകൾ തകരാറിലാക്കി ഹോം പേജിൽ സന്ദേശങ്ങൾ പതിപ്പിക്കുന്ന രീതി അറിയപ്പെടുന്നത് ഫാക്ടിവിസം. 2001 നിലവിൽ വന്ന പിയർ ടു പിയർ രീതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഫയൽ ഷെയറിംഗ് സംവിധാനം അറിയപ്പെടുന്നത് ബിറ്റ് ടൊറൻറ്റ്. ബിറ്റ് ടൊറൻറ്റിൻ്റെ ഉപജ്ഞാതാവാണ് ബ്രാം കോഹൻ. ബിറ്റ് ടൊറൻറ്റിലെ ഫയലുകൾ എവിടെ നിക്ഷേപിക്കപ്പെടും? ഇത് നിക്ഷേപിക്കപ്പെടുന്നത് ഡീപ്പ് വെബിലാണ്. എന്താണ് ഡീപ്പ് വെബ്? ഇൻ്റർനെറ്റിൻ്റെ നിഗൂഢ അടിത്തട്ടുകളാണ് ഡീപ്പ് വെബ് എന്നറിയപ്പെടുന്നത്. വെബ്സൈറ്റുകൾ തകരാറിലാക്കി ഹോം പേജിൽ സന്ദേശങ്ങൾ പതിപ്പിക്കുന്ന രീതി അറിയപ്പെടുന്നത് ഫാക്ടിവിസം. 1999 മുതൽ 2001 വരെയുള്ള കാലഘട്ടത്തിൽ സംഗീത വിഭവങ്ങൾ അനധികൃതമായി ഇൻ്റർനെറ്റ് വഴി വിതരണം ചെയ്ത പ്രശസ്തമായ വെബ്സൈറ്റ് അറിയപ്പെട്ടിരുന്നത് നാപ്സ്റ്റർ എന്നാണ്.